ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കാര്യത്തിൽ ഉപഭോക്താക്കൾ പലപ്പോഴും വഞ്ചിക്കപ്പെടാറുണ്ട്. ഉപഭോക്താവിന്റെ അവകാശങ്ങളെപ്പറ്റിയും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെപ്പറ്റിയും ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. സാധന സാമഗ്രികൾ വാങ്ങുമ്പോഴും വിവിധ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അവ ന്യായമായ വിലയിലും ഗുണമേന്മയിലും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. പക്ഷേ ഉപഭോക്താക്കൾ പലപ്പോഴും വഞ്ചിക്കപ്പെടാറുണ്ട്. ഉപഭോക്താവിന് ഗുണനിലവാരമില്ലാത്ത സേവനമോ സാധനമോ നൽകിയ സ്ഥാപനത്തിനെതിരെ നിയമപരമായ മാർഗത്തിലൂടെ നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യ അടക്കമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലുമുണ്ട്. ഉപഭോക്താവിന്റെ അവകാശങ്ങളുടെ സംരക്ഷണമാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം വിഭാവനം ചെയ്യുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഇ-കൊമേഴ്സ് എന്നിവ ശക്തിപ്പെട്ടതോടെ ഉപഭോക്തൃ സംരക്ഷണത്തിനുള്ള വ്യവസ്ഥകൾ കൂടുതൽ വിപുലമാക്കിയാണ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നു. ISI മുദ്രയില്ലാത്തതും BIS മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതുമായ ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും നിയമത്തിലുണ്ട്. ഉൽപ്പന്നത്തെയോ സേവനത്തെപ്പറ്റിയുള്ള പരാതികൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നൽകി പരിഹാരം കണ്ടെത്താനും ഉപഭോക്താവിനാകും. ഉപഭോക്താവിന്റെ അവകാശങ്ങളെപ്പറ്റി ആദ്യമായി 1962 മാർച്ച് 15 അമേരിക്കൻ കോൺഗ്രസിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ F. കെന്നഡി നടത്തിയ പ്രസംഗത്തെ തുടർന്നാണ് മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിച്ചു വരുന്നത്. റിസർച്ച് ഡെസ്ക് 24.